ഒരു ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കും എന്നുള്ള ഒരു വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുവാനിടയായി. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നു എന്ന ആളായതിനാൽ നമ്മൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. കുറച്ച് കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് 2025 ജൂലൈ 1 മുതൽ നമുക്ക് ഒരു പുതിയ നിയമം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത്. അതായത് 1 മണിക്കൂർ 2 മണിക്കൂർ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ രോഗിക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുമോ? അതായത് നിലവിൽ 2024 റെഗുലേറ്ററി ഇൻഷുറൻസിൻ്റെ റെഗുലേറ്ററി നിയന്ത്രിക്കുന്ന IRDAI ആണ്. അവരുടെ തീരുമാനപ്രകാരം 24 മണിക്കൂർ അഡ്മിറ്റ് ആയതിനു ശേഷം മാത്രമേ ഒരു രോഗിക്ക് ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഹോസ്പിറ്റലുകളിൽ ലഭിക്കുകയുള്ളൂ എന്നാണ് നേരത്തെ ഉള്ള ഒരു നിയമം. അത് ഇപ്പോൾ മാറിയിട്ടുണ്ടോ? അതിൻ്റെ വാസ്തവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വിവരങ്ങൾ, അതായത് 2024 ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അതായത് ഇപ്പോൾ ഒരു രോഗി ഹോസ്പിറ്റലിൽ ഇപ്പം ഡേ കെയർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കമ്പനികളിലും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണ് ശസ്ത്രക്രിയ, അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള കിഡ്നി, ഇതെല്ലാം ഇപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രോസസ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ അപ്രൂവൽ കൊടുക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ദിവസം കൊണ്ട്. അല്ലാതെ നമ്മൾ ചെറിയൊരു പനിയും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോളിസി നമുക്ക് ലഭിക്കുകയില്ല, ഈ ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഇൻഷുറൻസിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് OPD പ്രൊസീജിയർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ OPD പ്രൊസീജിയർ ഉണ്ടെങ്കിൽ മാത്രമേ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഇതുപോലെ പനി മറ്റുള്ള കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ക്ലെയിം ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിസി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ പല ഏജൻറ്റുമാർ കാണും, അതോടൊപ്പം തന്നെ പല മീഡിയകളിലും വഴി നമ്മൾ ഹെൽത്ത് പോളിസികൾ എടുക്കും. അപ്പോൾ ഈ ഹെൽത്ത് പോളിസികൾ എടുക്കുമ്പോൾ നമ്മൾക്ക് വളരെ കൃത്യമായി, ഇപ്പോൾ നമ്മുടെ കിടങ്ങിലുള്ള കോമൺ സർവീസ് സെൻറ്ററിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് ആ പ്രോസസ്സുകളെല്ലാം നമ്മൾ ഓക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോളിസി എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കണ്ട് നമ്മുടെ ക്ലെയിം പെട്ടെന്ന് അപ്രൂവൽ ആകുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് പോളിസിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകളിൽ ക്ലെയിമിനായി അപ്രോച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളെ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ ക്ലെയിം നിരസിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്, എന്താണ് നമുക്ക് അതിനൊരു ഓപ്ഷൻ. ആദ്യം നിങ്ങളുടെ ഏത് ഇൻഷുറൻസ് കമ്പനിയിലാണോ ഈ പറഞ്ഞ ക്ലെയിം റിജക്റ്റ് ചെയ്ത് അവിടേക്കാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്നൊരു കറക്റ്റായിട്ട് തീരുമാനം നമുക്ക് ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഗ്രെവിയൻസ് സെല്ലിലേക്ക് കൊടുക്കാവുന്നത്. ആ ഗ്രെവിയൻസ് സെല്ലിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ഓംബുഡ്സ്മാനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം 23.5 മണിക്കൂർ വരെയൊക്കെ അഡ്മിറ്റായ കേസുകളിൽ വരെ ക്ലെയിം കറക്റ്റാക്കി ഉപഭോക്തൃ കോടതിയിൽ നിന്നും മറ്റും ഉത്തരവാകുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലും ഇൻഷുറൻസ് പുതിയത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ.